കനത്ത മഴ പെയ്ത് നടപ്പുവഴിയിലെ കൈത്തോട്ടിൽ വെള്ളമുയർന്നതോടെ പുറം ലോകത്തേക്കുള്ള യാത്ര പ്രതിസന്ധിയിലാകുന്ന രണ്ട് കുടുംബങ്ങളുണ്ട് ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ആനക്കുളത്ത്. മഴക്കാലത്ത് തോടിനു കുറുകെ ഉറപ്പൊന്നുമില്ലാത്ത തടിപ്പാലം നിർമ്മിച്ചാണ് ഇവരുടെ യാത്ര. പക്ഷേ മഴ പെയ്ത് തോട്ടിൽ ഒഴുക്ക് വർദ്ധിക്കുന്നതോടെ ഈ കുടുംബങ്ങളിലെ കുട്ടികളുടെ സ്കൂളിലേക്കുള്ള യാത്ര പോലും തടസ്സപ്പെടും. മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് ബിജു ഗോപാലപിള്ളയും മറ്റൊരു കുടുംബവും മഴക്കാലത്ത് യാത്രക്കായി പ്രതിസന്ധി നേരിടുന്നത്. തുരുത്തിന് സമാനമായ പ്രദേശത്താണ് വീടുകൾ രണ്ടും സ്ഥിതി ചെയ്യുന്നത്. റോഡിൽ നിന്നും ഇവരുടെ വീടുകളിലേക്കുള്ള നടപ്പുവഴിയിൽ ഒരു തോടൊഴുകുന്നുണ്ട്. മഴക്കാലത്ത് ഈ തോട്ടിൽ ജലനിരപ്പ് ഭയാനകമാം വിധം ഉയരും. യാത്ര വഴിമുട്ടാതിരിക്കാൻ തോടിനു കുറുകെ ഉറപ്പൊന്നുമില്ലാത്ത ഒരു തടിപ്പാലം ഇവർ തീർത്തിട്ടുണ്ട്. വെള്ളം കുതിച്ചൊഴുകുന്ന സമയം ജീവൻ കയ്യിൽ പിടിച്ചാണ് ഇരു കുടുംബങ്ങളിലെയും ആളുകൾ അക്കരെ ഇക്കരെ യാത്ര ചെയ്യുന്നത്. കനത്ത മഴ പെയ്താൽ തോട് കലങ്ങിമറിഞ്ഞ് പേടിപ്പെടുത്തുന്ന ഒഴുക്ക് കൈവരിക്കും. ഈ സമയം ഇരു കുടുംബങ്ങളിലെയും കുട്ടികളുടെ സ്കൂളിലേക്കുള്ള യാത്ര പോലും തടസ്സപ്പെടും. മഴ ആയതുകൊണ്ട് സ്കൂളിൽ പോകാനൊക്കെ പേടിയാണ്. വെള്ളം കൂടുമ്പോൾ പാലത്തിന്റെ മേളിലൊക്കെ വെള്ളം വരും. ബിജു ഗോപാലപ്പിള്ളിയുടെ വീട്ടിലുള്ള 85-കാരിയായ വയോധികയടക്കം മഴക്കാലത്ത് ഈ തടിപ്പാലത്തിന് മുകളിലൂടെ വേണം സാഹസിക യാത്ര നടത്താൻ. തോട്ടിൽ വെള്ളം കൂടി അക്കരയ്ക്ക് കടക്കത്തുമില്ല, ഒരു സാധനം മേടിക്കാൻ പോകത്തുമില്ല, ആശുപത്രിയിൽ മരുന്നടിക്കാനും പോകത്തില്ല. കഴിഞ്ഞ മഴക്കാലത്ത് 4 ദിവസം പുറത്തിറങ്ങാറില്ല. പാലം കിട്ടിയിട്ടുമില്ല, ഈ തടി വെള്ളം കൊണ്ട് പോകുകയും ഒരു നിവർത്തിയില്ല. തോട്ടിൽ ശക്തമായ വെള്ളമൊഴുക്കുള്ള സമയം ആരെങ്കിലും കാൽവഴുതി തോട്ടിൽ പതിച്ചാൽ വലിയ അപകടത്തിന് വഴിയൊരുക്കും. 3 അടി വീതിയിൽ പ്രധാന റോഡിൽ നിന്നും വീട്ടിലേക്കുള്ള നടപ്പുവഴിയുള്ളതായി ഇരു കുടുംബങ്ങളും പറയുന്നു. ഈ വഴിക്ക് കുറുകെയാണ് തോടൊഴുകുന്നത്. പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ കാൽനടയാത്ര സാധ്യമാകും വിധം തോടിനു കുറുകെ ഒരു പാലം നിർമ്മിച്ചു നൽകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം. ഓരോ മഴക്കാലത്തും തടിപ്പാലം തീർത്തുള്ള യാത്ര മടുത്തതോടെയാണ് പഞ്ചായത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് കുടുംബങ്ങൾ രംഗത്തെത്തിയിട്ടുള്ളത്. മഴ ശക്തമായാൽ ഈ 2 കുടുംബങ്ങൾക്ക് സാഹസിക യാത്ര നടത്തി വേണം ഇതുവഴി പുറം ലോകത്തേക്ക് എത്താൻ. പുഴയിലെ നീരൊഴുക്ക് വർദ്ധിച്ചാൽ ഈ 2 കുടുംബങ്ങളും ഒറ്റപ്പെട്ടു പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.